നിങ്ങളുടെ സമയം തിരികെ പിടിക്കൂ. ഒഴുകിപ്പോകുന്ന പുഴ പോലെയാണ് സമയമെന്ന് പറയാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സമയം വിരലുകൾക്കിടയിലൂടെ ഊർന്നുപോകുന്ന മണൽത്തരികൾ പോലെ നഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങളൊരു വിദ്യാർത്ഥിയായിരിക്കാം. പരീക്ഷയുടെയും അസസ്മെന്റിന്റെയും ഭാരത്തിനിടയിൽപ്പെട്ട് കൂട്ടുകാരുമായി ഒന്ന് പുറത്തുപോകാനോ, ഇഷ്ടമുള്ളൊരു സിനിമ കാണാനോ, ഒരു ഹോബിക്ക് വേണ്ടിയോ സമയം കണ്ടെത്താനാവാത്ത വിഷമിക്കുന്ന ഒരാൾ. അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്കാരനായിരിക്കാം. ടാർഗറ്റുകൾക്കും ഡെഡ്ലൈനുകൾക്കും പിന്നാലെ ഓടി സ്വന്തം ആരോഗ്യവും കുടുംബവുമായുള്ള നിമിഷങ്ങളും നഷ്ടപ്പെടുത്തി ഒരു യന്ത്രത്തെപ്പോലെ ജീവിക്കുന്ന ഒരാൾ. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളായിരിക്കാം. രാവിലെ മുതൽ രാത്രി വരെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടിത്തളർന്ന് അവസാനം കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ എവിടെ, എൻ്റെ സ്വപ്നങ്ങൾ എവിടെയെന്ന് വേദനയോടെ സ്വയം ചോദിക്കുന്ന ഒരാൾ. അതുമല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന, എന്നാൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ സമയമുണ്ടോ എന്ന് ആശങ്കയോടെ ചിന്തിക്കുന്ന ഒരാളാവാം നിങ്ങൾ. നിങ്ങൾ ഏത് പ്രായത്തിലോ ഏത് സാഹചര്യത്തിലോ ആയിക്കൊള്ളട്ടെ, ഒരു ദിവസം 24 മണിക്കൂർ എന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർ ആ സമയം കൊണ്ട് ജീവിതം ആഘോഷിക്കുമ്പോൾ നമ്മളിൽ പലരും എങ്ങുമെത്താതെ ശ്വാസം മുട്ടി ജീവിക്കുന്നത്? കാരണം പ്രശ്നം നിങ്ങളിലല്ല, പ്രശ്നം നിങ്ങളുടെ കഴിവിനോ അധ്വാനത്തിനോ അല്ല. നമ്മളറിയാതെ നമ്മുടെയെല്ലാം ജീവിതത്തെ നിയന്ത്രിക്കുന്ന 5 അദൃശ്യ ശക്തികളുണ്ട്, 5 നിഴലുകൾ. അവ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു, നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിയെഴുതുന്നു, നമ്മുടെ ഊർജം ഊറ്റിയെടുക്കുന്നു. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വപ്നങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഈ നിഴലുകളാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആ 5 നിഴലുകളെ വെളിച്ചത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇതൊരു സാധാരണ ടൈം മാനേജ്മെന്റ് വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാനുള്ള ഒരു താക്കോലാണ്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് നിങ്ങളെ ഒരടിമയെപ്പോലെ നിയന്ത്രിക്കുന്നതെന്നും നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം അവയുടെ ശക്തി നിങ്ങളുടെ മേൽ ഇല്ലാതാകും. നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വെറുതെ ദിവസങ്ങൾ തള്ളി നീക്കാനല്ല, ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത ചില നിമിഷങ്ങൾ എൻ്റെ വാക്കുകൾക്ക് കാതോർക്കുക. കാരണം നഷ്ടപ്പെട്ട നിങ്ങളുടെ സമയം നമ്മൾ ഒരുമിച്ച് തിരികെ പിടിക്കാൻ പോവുകയാണ്. സമയക്കള്ളൻ, മൾട്ടി ടാസ്കിംഗ് എന്ന മിഥ്യാബോധം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കള്ളൻ, ഇവൻ നമ്മുടെയെല്ലാം സുഹൃത്തിനെ പോലെയാണ് പെരുമാറുക. കാര്യക്ഷമതയുടെ ഒരു മുഖം മൂടി അണിഞ്ഞാണ് ഇവന്റെ വരവ്. പേര് മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം പല ജോലികൾ ചെയ്യുന്നത് ഒരു സൂപ്പർ പവർ ആണെന്നാണ് നമ്മളിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കൈയിൽ ഫോണിൽ സംസാരിക്കുന്നു, മറുകൈ കൊണ്ട് ലാപ്ടോപ്പിൽ ഇമെയിൽ ടൈപ്പ് ചെയ്യുന്നു. അതേസമയം അടുത്തിരിക്കുന്ന ആളോട് എന്തോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇതൊരു ഭയങ്കര പ്രൊഡക്ടിവിറ്റിയായി തോന്നാം. എന്തൊരു സ്പീഡ്, എന്തൊരു കഴിവ് എന്നൊക്കെ അവർ ചിന്തിച്ചേക്കാം. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? മൾട്ടി ടാസ്കിംഗ് എന്നത് ഒരു നുണയാണ്, ഒരു വലിയ മിഥ്യാബോധം. നമ്മുടെ തലച്ചോറ് ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമം കൊണ്ട് രൂപപ്പെട്ടുവന്ന ഒന്നാണ്. അതിന്റെ അടിസ്ഥാനപരമായ ഡിസൈൻ മോണോ ടാസ്കിംഗ് അഥവാ ഏകജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്നത് അതല്ല. പകരം വളരെ വളരെ വേഗത്തിലുള്ള ടാസ്ക് സ്വിച്ചിങ് ആണ്. അതായത് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിവേഗം ചാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറ്. ഇതിന്റെ പിന്നിലെ ശാസ്ത്രം നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. നിങ്ങളൊരു കാർ ഓടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. 4ാമത്തെ ഗിയറിൽ നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ ഗിയർ 1ലേക്ക് മാറ്റുന്നു, വീണ്ടും 4ലേക്ക്, പിന്നെ 2ലേക്ക്, പിന്നെ 5ലേക്ക്. ഇങ്ങനെ തുടർച്ചയായി ഗിയർ മാറ്റിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? കാറിന്റെ വേഗത കുറയും, എഞ്ചിന് കൂടുതൽ ഭാരം വരും, ഇന്ധനം കൂടുതൽ ചിലവാകും, യാത്ര സുഖകരമായിരിക്കില്ല, അല്ലേ? ഇതുതന്നെയാണ് നമ്മുടെ തലച്ചോറിലും സംഭവിക്കുന്നത്. നിങ്ങളൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴാണ് ഫോണിലൊരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ ആ ജോലി നിർത്തി ഫോൺ എടുത്ത് ആ മെസ്സേജിന് മറുപടി കൊടുക്കുന്നു. എന്നിട്ട് തിരിച്ച് റിപ്പോർട്ടിന്റെ ജോലിയിലേക്ക് വരുന്നു. ഈ ഒരു ചെറിയ പ്രവൃത്തിക്ക് നിങ്ങളുടെ തലച്ചോറിന് ഒരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിനെ ന്യൂറോ സയൻസിന്റെ ഭാഷയിൽ സ്വിച്ചിങ് കാസ്റ്റ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയും. നിങ്ങൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് പഴയ ജോലിയുടെ നിയമങ്ങളും ചിന്തകളും ഓർമ്മയിൽ നിന്ന് മാറ്റി പുതിയ ജോലിയുടെ നിയമങ്ങളും ചിന്തകളും ലോഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു മാനസികമായ ഗിയർ മാറ്റത്തിന് കുറച്ച് സമയവും ഊർജവും ആവശ്യവുമാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ഈ ടാസ്ക് സ്വിച്ചിങ് നമ്മുടെ കാര്യക്ഷമത 40% വരെ കുറയ്ക്കും എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ,
നിങ്ങളുടെ ദിവസത്തിലെ 40% സമയം നിങ്ങൾ വെറുതെ പാഴാക്കിക്കളയുകയാണ്. മാത്രമല്ല, ഇങ്ങനെ തുടർച്ചയായി ജോലികൾ മാറി മാറി ചെയ്യുമ്പോൾ തെറ്റുകൾ വരുത്താനുള്ള സാധ്യതയും 10 മടങ്ങ് വർദ്ധിക്കും. കാരണം നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി ഒരു കാര്യത്തിലും ലഭിക്കുന്നില്ല. ഒരേ സമയം 5 പേരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. നിങ്ങൾക്ക് എല്ലാ സംഭാഷണങ്ങളുടെയും ചില ഭാഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഒന്നിൻ്റെയും പൂർണ്ണമായ അർത്ഥം, അതിൻ്റെ വൈകാരികമായ തലം ഒന്നും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അവസാനം ആർക്കും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാനും കഴിയില്ല. ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഇതിലും ഭീകരമാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രിയിൽ നടന്ന ഒരു പഠനം പറയുന്നത് സ്ഥിരമായി മൾട്ടി ടാസ്ക് ചെയ്യുന്നവരുടെ IQ താൽക്കാലികമായി കുറയുമെന്നാണ്. അതായത്, നിങ്ങൾ ഒരേ സമയം ഇമെയിലുകൾക്കും ഫോൺ കോളുകൾക്കും മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവ് ഒരു രാത്രി ഉറങ്ങാതിരുന്ന ഒരാളുടേതിന് തുല്യമായി കുറയുന്നു. സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഓർമ്മശക്തി കുറയുന്നതായും ശ്രദ്ധ പെട്ടെന്ന് മാറുന്നതായും കൂടുതൽ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവിക്കുന്നതായും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ അപകടകാരിയായ കള്ളനെ എങ്ങനെ പിടികൂടി പുറത്താക്കാം? അതിനുള്ള 2 ശക്തമായ ആയുധങ്ങളാണ് മോണോ ടാസ്കിങ്ങും ടൈം ബ്ലോക്കിങ്ങും. മോണോ ടാസ്കിംഗ് പരിശീലിക്കുക. ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. പക്ഷേ നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത് പരിശീലിക്കാൻ കുറച്ച് ക്ഷമ ആവശ്യമാണ്. നിങ്ങളൊരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ അടുത്ത 1-2 മണിക്കൂറത്തേക്ക് ആ ജോലി മാത്രമായിരിക്കും നിങ്ങളുടെ ലോകം എന്ന് തീരുമാനിക്കുക. പോമോഡോറോ ടെക്നിക്. പോമോഡോറോ ടെക്നിക് ഉപയോഗിക്കുക. ഇത് മോണോ ടാസ്കിംഗ് പരിശീലിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു മാർഗമാണ്. വളരെ ലളിതമാണ്. ഒരു ടൈമർ എടുക്കുക. 25 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ചെയ്യുക. ഈ 25 മിനിറ്റ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഫോൺ ഓഫ് ചെയ്യുക. മറ്റ് ടാബുകൾ ക്ലോസ് ചെയ്യുക. 25 മിനിറ്റ് കഴിയുമ്പോൾ അലാം അടിക്കും. അപ്പോൾ 5 മിനിറ്റ് ചെറിയൊരു ഇടവേള എടുക്കുക. എഴുന്നേറ്റ് നടക്കുക, വെള്ളം കുടിക്കുക, സ്ട്രെച്ച് ചെയ്യുക. പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ 4 പോമോഡോറോ സെഷനുകൾ കഴിയുമ്പോൾ ഒരു 15-30 മിനിറ്റ് നീണ്ട ഇടവേള എടുക്കാം. ഈ ടെക്നിക് നിങ്ങളുടെ തലച്ചോറിനെ ആഴത്തിൽ ശ്രദ്ധിക്കാൻ പരിശീലിപ്പിക്കും. 25 മിനിറ്റ് എന്നത് ഒരു ചെറിയ സമയമായതുകൊണ്ട് തുടങ്ങാനും എളുപ്പമാണ്. ടൈം ബ്ലോക്കിംഗ്. നിങ്ങളുടെ കലണ്ടർ എടുക്കുക. നാളത്തെ ദിവസത്തെ ഓരോ മണിക്കൂറും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മുൻകൂട്ടി എഴുതി വയ്ക്കുക. രാവിലെ 9 മുതൽ 11 വരെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ, 11 മുതൽ 11:30 വരെ ഇമെയിലുകൾക്ക് മറുപടി നൽകൽ, 11:30 മുതൽ 1 മണി വരെ ക്ലയന്റ് മീറ്റിംഗ്. ഇങ്ങനെ ഓരോ തരം ജോലികൾക്കും ദിവസത്തിൽ നിശ്ചിത സമയം മാറ്റിവെക്കുക. ഇതിനെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യുവാനുള്ള സമയത്ത് നിങ്ങൾ ഇമെയിൽ മാത്രം ചെക്ക് ചെയ്യും. റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് മാത്രം ചെയ്യും. ഇത് മൾട്ടി ടാസ്കിങ്ങിനുള്ള സാധ്യതയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് കാര്യക്ഷമത കൂട്ടാനല്ല, മറിച്ച് ഏതാണ് ഏറ്റവും പ്രധാനമെന്ന ആ നിമിഷം തീരുമാനിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മൾട്ടി ടാസ്കിംഗ് നിർത്തുന്നതിന് മുൻപ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം ഏതാണെന്ന് സ്വയം ചോദിച്ച് തീരുമാനിക്കുക. ആ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയും നൽകുക. സമയക്കള്ളൻ 2. പെർഫെക്ഷനിസം എന്ന കെണി. ഇവൻ കുറച്ചുകൂടി തന്ത്രശാലിയാണ്. ഇവൻ നല്ലവന്റെ രൂപത്തിലാണ് വരുന്നത്. ഉയർന്ന നിലവാരത്തിന്റെയും മികവിന്റെയും പേര് പറഞ്ഞാണ് ഇവൻ നമ്മുടെ സമയം മോഷ്ടിക്കുന്നത്. ഇവന്റെ പേരാണ് പെർഫെക്ഷനിസം. ഏറ്റവും മികച്ചത് മാത്രം ചെയ്യുക എന്നത് നല്ലൊരു കാര്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? തീർച്ചയായും. പക്ഷേ പെർഫെക്ഷനിസം എന്നത് ഉയർന്ന നിലവാരം പുലർത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പെർഫെക്ഷനിസം എന്നത് ഒരു കെണിയാണ്. മതി എന്ന് പറയാവുന്ന 95% പൂർത്തിയായ ഒരു ജോലിയിൽ പോലും ആ അവസാനത്തെ 5% ശരിയാക്കാൻ വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ചെലവഴിച്ച് അതിനെ തികഞ്ഞതാക്കാൻ ശ്രമിക്കുന്ന ഒരുതരം ഭ്രാന്തമായ ശീലമാണിത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുകയാണ്. അതിന്റെ ഉള്ളടക്കം എല്ലാം ശരിയായി, ഡിസൈൻ നന്നായി, പറയേണ്ട പോയിന്റുകളെല്ലാം കൃത്യമായി. പക്ഷേ നിങ്ങൾ ആ സ്ലൈഡിലെ ഒരു ചിത്രത്തിന്റെ വലുപ്പം 1 മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയും ഫോണ്ടിന്റെ നിറം 100 തവണ മാറ്റിയും ഒരു വാക്കിന് പകരം അതിലും നല്ലൊരു വാക്ക് കണ്ടെത്താൻ നിഘണ്ടു നോക്കിയും മണിക്കൂറുകൾ കളയുന്നു. യഥാർത്ഥത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ ആ പ്രസന്റേഷന്റെ ഫലത്തിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ വിലയേറിയ സമയം അത് കവർന്നെടുക്കുന്നു. ഇതിന് പിന്നിലെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. പെർഫെക്ഷനിസത്തിന്റെ യഥാർത്ഥ കാരണം മികവിനോടുള്ള ആഗ്രഹമല്ല, മറിച്ച് പരാജയത്തെക്കുറിച്ചുള്ള കടുത്ത ഭയമാണ്. ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും അല്പം മോശമായാൽ മറ്റുള്ളവർ എന്നെ വില കുറച്ച് കാണുമോ? എന്റെ കഴിവിനെ അവർ ചോദ്യം ചെയ്യുമോ? ഇതൊരു പരാജയമായി മുദ്രകുത്തപ്പെടുമോ? തുടങ്ങിയ ചിന്തകളാണ് പെർഫെക്ഷനിസത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏറ്റവും മികച്ചത് നൽകിയില്ലെങ്കിൽ അത് മോശമായി പോകുമോ എന്ന് നമ്മൾ ഭയക്കുന്നു. ഈ ഭയം കാരണം
നമ്മൾ പലപ്പോഴും ജോലികൾ തുടങ്ങാൻ വൈകുന്നു, അല്ലെങ്കിൽ തുടങ്ങിയ ജോലികൾ പൂർത്തിയാക്കാതെ അനന്തമായി മിനുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പലപ്പോഴും പാരലൈസിസ് ബൈ അനാലിസിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കും. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് വിശകലനം ചെയ്ത് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി സ്ട്രാറ്റജിക് ഇംപെർഫെക്ഷൻ അഥവാ തന്ത്രപരമായ അപൂർണത എന്ന തത്വം സ്വീകരിക്കലാണ്. ലോകത്തിലെ മിക്ക ജോലികൾക്കും പൂർണ്ണതയല്ല, പൂർത്തീകരണമാണ് വേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. ചെയ്തു തീർത്ത അത്ര മികച്ചതല്ലാത്ത ഒരു ജോലി എന്നത് ചെയ്യാൻ തുടങ്ങിയ പക്ഷെ പൂർത്തിയാക്കാത്ത അതിഗംഭീരമായ ജോലിയേക്കാൾ എപ്പോഴും നല്ലതാണ്. 80/20 നിയമം പ്രയോഗിക്കുക. പെരേറ്റോ പ്രിൻസിപ്പിൾ എന്നും ഇതിന് പറയും. ഇത് പറയുന്നത് നമ്മുടെ 80% ഫലങ്ങളും വരുന്നത് നമ്മുടെ 20% പ്രയത്നത്തിൽ നിന്നാണ് എന്നാണ്. ആ 20% എന്താണെന്ന് കണ്ടെത്തുക. ഒരു ജോലിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാക്കിയുള്ള 80% വരുന്ന ചെറിയ അപ്രധാനമായ കാര്യങ്ങളിൽ അധികം സമയം കളയാതിരിക്കുക. ഓരോ ജോലിക്കും അത് തുടങ്ങുന്നതിന് മുൻപ് ഒരു സമയപരിധി നിശ്ചയിക്കുക. ഈ റിപ്പോർട്ട് ഞാൻ 2 മണിക്കൂർ കൊണ്ട് തീർക്കും. ആ സമയം കഴിയുമ്പോൾ ആ ജോലി അവിടെ നിർത്തുക. അത് 100% പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ജോലിയിലേക്ക് മാറുക. ഇങ്ങനെ ചെയ്യുന്നത് പെർഫെക്ഷനിസത്തിൽ അഭിരമിക്കാനുള്ള നമ്മുടെ പ്രവണതയെ തടയും. ജോലിയുടെ പ്രാധാന്യം തിരിച്ചറിയുക. സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ജോലി ഒരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണോ? ഹൈ ഇംപാക്ട് ടാസ്ക്. ഉദാഹരണത്തിന്, ഒരു പുതിയ ക്ലയന്റിനെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രസന്റേഷൻ. അതോ നല്ലത് മതിയാവുന്ന അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത ഒന്നാണോ? ലോ ഇംപാക്ട് ടാസ്ക്. ഉദാഹരണത്തിന്, സഹപ്രവർത്തകർക്ക് അയക്കുന്ന ഒരു ആന്തരിക റിപ്പോർട്ട്. ഉയർന്ന സ്വാധീനമുള്ള ജോലികൾക്ക് കൂടുതൽ സമയവും ശ്രദ്ധയും നൽകുക. മറ്റുള്ളവ ഗുഡ് ഇനഫ് എന്ന നിലവാരത്തിൽ പൂർത്തിയാക്കി മുന്നോട്ടു പോവുക. പെർഫെക്ഷനിസം നിങ്ങളുടെ വളർച്ചയുടെ ശത്രുവാണ്. കാരണം അത് നിങ്ങളെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്നും തെറ്റുകൾ വരുത്തി പഠിക്കുന്നതിൽ നിന്നും തടയുന്നു. അതുകൊണ്ട് തികഞ്ഞത് എന്നതിനേക്കാൾ തീർന്നത് എന്നതിന് പ്രാധാന്യം നൽകി തുടങ്ങുക. സമയക്കള്ളൻ 3. നീട്ടിവെക്കൽ എന്ന ദുശ്ശീലം. പ്രൊക്രാസ്റ്റിനേഷൻ. നാളെ ചെയ്യാം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം, ഇപ്പം മൂടില്ല. ഈ വാക്കുകൾ നിങ്ങൾക്ക് സുപരിചിതമാണോ? പ്രധാനപ്പെട്ട ഒരു ജോലി മുന്നിലുണ്ടായിട്ടും അത് ചെയ്യാതെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തും അപ്രധാനമായ മറ്റ് കാര്യങ്ങൾ ചെയ്തും സമയം കളയുന്ന അവസ്ഥ. പലരും നീട്ടിവെക്കലിനെ മടിയുമായി തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇത് മടിയല്ല. നീട്ടിവെക്കൽ എന്നത് ഒരു ടൈം മാനേജ്മെന്റ് പ്രശ്നമല്ല, മറിച്ച് ഒരു വൈകാരിക നിയന്ത്രണ പ്രശ്നമാണ്. ഇമോഷൻ റെഗുലേഷൻ പ്രോബ്ലം. കാലിഫോർണിയയിലെ ഡീപോൾ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായ ഡോക്ടർ ജോസഫ് ഫെരാരിയുടെ ഗവേഷണങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് വികാരങ്ങളെ നേരിടാനുള്ള ഒരു മാർഗമാണിത്. ആ ജോലി ഒരുപക്ഷെ വളരെ വലുതായിരിക്കാം, അല്ലെങ്കിൽ വളരെ വിരസമായിരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ടാകാം. ഈ ഭയം, ഉത്കണ്ഠ, വിരസത തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനാണ് നമ്മൾ ആ ജോലി ഒഴിവാക്കുന്നത്. ആ ജോലി ഒഴിവാക്കി നമ്മൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് സിനിമ കാണുമ്പോൾ, നമുക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം, ഒരു സുഖം ലഭിക്കും. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഇത് താൽക്കാലികം മാത്രമാണ്. ആ ജോലി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് പിന്നീട് നമ്മുടെ മനസ്സിൽ വലിയൊരു ഭാരമായി മാറുന്നു. കുറ്റബോധത്തിനും ഉത്കണ്ഠയ്ക്കും അവസാന നിമിഷത്തെ വെപ്രാളത്തിനും കാരണമാകും. നീട്ടിവെക്കൽ എന്ന ഈ ദുശീലത്തെ മറികടക്കാൻ ആ ജോലിയോടുള്ള നമ്മുടെ വൈകാരികമായ എതിർപ്പ് കുറയ്ക്കുകയാണ് വേണ്ടത്. അതിനുള്ള വഴികൾ ഇതാ. ചെറിയ കഷ്ണങ്ങളാക്കുക. ബ്രേക്ക് ഇറ്റ് ഡൗൺ. നീട്ടിവെക്കാനുള്ള പ്രധാന കാരണം ആ ജോലി ഒരു വലിയ മല പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു 200 പേജുള്ള പുസ്തകം വായിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. പക്ഷേ ഇന്ന് ഈ പുസ്തകത്തിലെ വെറും 5 പേജ് വായിക്കണം എന്ന് തീരുമാനിച്ചാലോ? അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഏത് വലിയ ജോലിയെയും ഇതുപോലെ ചെറിയ ചെയ്യാൻ കഴിയുന്ന ഘട്ടങ്ങളായി വിഭജിക്കുക. ഇത് തുടങ്ങാനുള്ള നമ്മുടെ ഭയത്തെ ഇല്ലാതെയാക്കും. 2. 2 മിനിറ്റ് നിയമം. ദി 2 മിനിറ്റ് റൂൾ. പ്രൊഡക്ടിവിറ്റി വിദഗ്ധനായ ജെയിംസ് ക്ലിയർ മുന്നോട്ട് വെച്ച ഒരാശയമാണിത്. ഏത് പുതിയ ശീലം തുടങ്ങാനും അല്ലെങ്കിൽ നീട്ടിവെക്കുന്നൊരു ജോലി ആരംഭിക്കാനും അത് വെറും 2 മിനിറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. ദിവസവും വ്യായാമം ചെയ്യണം എന്ന വലിയ ലക്ഷ്യത്തിന് പകരം ഷൂസ് ഇട്ട് 2 മിനിറ്റ് നടക്കാൻ പോകണം എന്ന് തീരുമാനിക്കുക. മുറി വൃത്തിയാക്കണം എന്നതിന് പകരം ഒരു തുണിയെടുത്ത് മേശ തുടയ്ക്കണം എന്ന് തീരുമാനിക്കുക. ഏറ്റവും പ്രയാസമുള്ള ഭാഗം തുടങ്ങുന്നതാണ്. ഒരിക്കൽ തുടങ്ങിയാൽ ആ ഒരു ഒഴുക്കിൽ, മൊമെന്റം, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതിലും കൂടുതൽ നേരം ആ പ്രവൃത്തി തുടരും. ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ്. ഇത് വളരെ രസകരമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ നീട്ടിവെക്കാൻ സാധ്യതയുള്ള ഒരു ജോലി നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യവുമായി ജോഡിയാക്കുക. അതായത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ
ആദ്യം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഈ കാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന്, വ്യായാമം ചെയ്യുമ്പോൾ മാത്രം എൻ്റെ പ്രിയപ്പെട്ട പോഡ്കാസ്റ്റ് കേൾക്കും, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുമ്പോൾ മാത്രം നെറ്റ്ഫ്ലിക്സിലെ ആ സീരീസ് കാണും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടമില്ലാത്ത ആ ജോലിയോടുള്ള നമ്മുടെ എതിർപ്പ് കുറയും. അത് ചെയ്യാൻ നമ്മൾ കൂടുതൽ പ്രേരിതരാവുകയും ചെയ്യും. സ്വയം ക്ഷമിക്കുക, സെൽഫ് കമ്പാഷൻ. നീട്ടിവെച്ചതിന് ശേഷം നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്: സ്വയം കുറ്റപ്പെടുത്തുക. ഞാനൊരു മടിയനാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം പീഡിപ്പിക്കും. പക്ഷെ പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും അത് വീണ്ടും നീട്ടിവെക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നാണ്. ഇതിനു പകരം സ്വയം ക്ഷമിക്കാൻ പഠിക്കുക. ഓക്കെ, ഞാൻ ഇന്ന് കുറച്ച് സമയം പാഴാക്കി, മനുഷ്യസഹജമാണ്, നാളെ എനിക്കത് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നത് ഈ ദുശ്ശീലം മാറ്റാൻ കൂടുതൽ സഹായിക്കും. സമയക്കള്ളൻ 4. ശ്രദ്ധ മാറ്റുന്ന നോട്ടിഫിക്കേഷനുകൾ. ഇവൻ നമ്മുടെ പോക്കറ്റിലും മേശപ്പുറത്തും എപ്പോഴും ഉണ്ടാകും. ഒരു ചെറിയ ബീപ് ശബ്ദത്തിലൂടെയോ സ്ക്രീനിൽ മിന്നിമറയുന്ന ഒരു വെളിച്ചത്തിലൂടെയോ ആണ് ഇവൻ നമ്മുടെ ശ്രദ്ധയെ മോഷ്ടിക്കുന്നത്. അതെ, ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോണുകളിൽ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്നും വരുന്ന നിർത്താതെയുള്ള നോട്ടിഫിക്കേഷനുകളെക്കുറിച്ചാണ്. ഇമെയിലുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, ഫേസ്ബുക്ക് അപ്ഡേറ്റുകൾ, ഇൻസ്റ്റഗ്രാം ലൈക്കുകൾ, ന്യൂസ് അലേർട്ടുകൾ, ഇങ്ങനെ നൂറുകണക്കിന് നോട്ടിഫിക്കേഷനുകളാണ് ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഓരോ നോട്ടിഫിക്കേഷനും നിസ്സാരമായി തോന്നാമെങ്കിലും അവയെല്ലാം ചേർന്ന് നമ്മുടെ ഉൽപാദനക്ഷമതയെയും മാനസികാരോഗ്യത്തെയും സാരമായി നശിപ്പിക്കുന്നുണ്ട്. ഗ്ലോറിയ മാർക്ക് എന്ന കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നടത്തിയ പ്രശസ്തമായ ഒരു പഠനമുണ്ട്. അതനുസരിച്ച് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഡിസ്ട്രാക്ഷൻ, ഉദാഹരണത്തിന് ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശരാശരി 23 മിനിറ്റും 15 സെക്കൻഡും എടുക്കുമത്രേ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഓരോ തവണ നിങ്ങളുടെ ഫോൺ ശബ്ദിക്കുമ്പോഴും നിങ്ങൾ 23 മിനിറ്റാണ് പാഴാക്കുന്നത്. ഒരു ദിവസം 10 നോട്ടിഫിക്കേഷൻ വന്നാൽ എത്ര സമയമായി? ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫ്ലോ സ്റ്റേറ്റ് തകർക്കുന്നു. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോലിയിൽ പൂർണ്ണമായി മുഴുകി സമയം പോകുന്നത് പോലും അറിയാതെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിരിക്കുന്നത്. ഓരോ നോട്ടിഫിക്കേഷനും ഈ ഫ്ലോ സ്റ്റേറ്റിനെ തകർക്കുന്ന ഒരു ചുറ്റികയാണ്. ഇതിന് പിന്നിലും ഒരു മനഃശാസ്ത്രമുണ്ട്. നമ്മുടെ തലച്ചോറ് പുതിയ വിവരങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കും. ഓരോ നോട്ടിഫിക്കേഷനും തലച്ചോറിന് ഒരു പുതിയ വിവരമാണ്. അതൊരുപക്ഷെ ഒരു സന്തോഷവാർത്തയാകാം, അല്ലെങ്കിൽ ഒരു തമാശയാകാം. ഈ ഒരു അനിശ്ചിതത്വം കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസാകും. ഇതൊരു ഫീൽ ഗുഡ് ഹോർമോണാണ്. ഇത് നമ്മളെ വീണ്ടും വീണ്ടും ഫോണെടുത്ത് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊരു തരം അഡിക്ഷനായി മാറുന്നു. പരിഹാരം: ഒരു ഡിജിറ്റൽ കോട്ട പണിയുക. ബിൽഡ് എ ഡിജിറ്റൽ ഫോർട്രസ്. ഈ ഡിജിറ്റൽ കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ നമുക്ക് ചുറ്റും ഒരു ഡിജിറ്റൽ കോട്ട പണിയേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ ജോലികളെയും ഒരുമിച്ച് ചെയ്യുക. ഉദാഹരണത്തിന്, ഇമെയിലുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകാൻ ദിവസത്തിൽ 2-3 നിശ്ചിത സമയം മാത്രം മാറ്റിവെക്കുക. ഉദാഹരണത്തിന്, രാവിലെ 11 മണിക്കും വൈകുന്നേരം 4 മണിക്കും മാത്രം ഞാൻ ഇമെയിൽ നോക്കും എന്ന് തീരുമാനിക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ ഇമെയിൽ ടാബ് ക്ലോസ് ചെയ്തു വെക്കുക. ഇത് ഓരോ മിനിറ്റിലും ഇമെയിൽ ചെക്ക് ചെയ്യുന്ന ശീലം ഇല്ലാതാക്കും. എല്ലാ നോട്ടിഫിക്കേഷനുകളെയും ഓഫ് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പടിയാണ്. നിങ്ങളുടെ ഫോണിലെയും കമ്പ്യൂട്ടറിലെയും അനാവശ്യമായ എല്ലാ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷനുകൾ സെറ്റിംഗ്സിൽ പോയി ഓഫ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ന്യൂസ് ആപ്പുകൾ, ഇവയുടെ ഒന്നും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല. അത്യാവശ്യമുള്ള കോളുകളും മെസ്സേജുകളും മാത്രം ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ആപ്പുകൾക്കല്ല, നിങ്ങൾക്കാണ് വേണ്ടത്. ശ്രദ്ധയില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. ക്രിയേറ്റ് എ ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ്. പ്രധാനപ്പെട്ട ആഴത്തിലുള്ള ശ്രദ്ധ ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വയ്ക്കുക, അല്ലെങ്കിൽ സൈലന്റ് മോഡിലിട്ട് ഡ്രോയറിൽ പൂട്ടിവെക്കുക. കമ്പ്യൂട്ടറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റ് ബ്ലോക്കറുകൾ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യാം. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉപയോഗിക്കുക. നിങ്ങളുടെ ഫോണിലും കമ്പ്യൂട്ടറിലുമുള്ള ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലെങ്കിൽ ഫോക്കസ് മോഡ് ഒരു ശക്തമായ ആയുധമാണ്. 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ആ മോഡ് ഓൺ ചെയ്യുക. ഇത് എല്ലാ കോളുകളും നോട്ടിഫിക്കേഷനുകളും ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയെ ആർക്കും മോഷ്ടിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുക. സമയക്കള്ളൻ 5. പ്രയോജനമില്ലാത്ത മീറ്റിംഗുകൾ. ഇവൻ പലപ്പോഴും ഒരു കോർപ്പറേറ്റ് വേഷത്തിലാണ് വരുന്നത്. നമ്മുടെയെല്ലാം കലണ്ടറുകളിൽ സ്ഥാനം പിടിച്ച്
നമ്മുടെ വിലപ്പെട്ട മണിക്കൂറുകളെ കൂട്ടത്തോടെ അപഹരിക്കുന്നവൻ. അതെ, ഞാൻ സംസാരിക്കുന്നത് അനാവശ്യമായ പ്രയോജനമില്ലാത്ത മീറ്റിംഗുകളെക്കുറിച്ചാണ്. എല്ലാ മീറ്റിംഗുകളും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. വ്യക്തമായ ലക്ഷ്യത്തോടെ, കൃത്യമായ അജണ്ടയോടെ, ശരിയായ ആളുകളെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന മീറ്റിംഗുകൾ വളരെ പ്രയോജനകരമാണ്. പക്ഷേ നമ്മൾ പങ്കെടുക്കുന്ന ഭൂരിഭാഗം മീറ്റിംഗുകളും അങ്ങനെയുള്ളവയാണോ? വ്യക്തമായ ഒരു അജണ്ടയില്ലാതെ തുടങ്ങുന്ന മീറ്റിംഗുകൾ, എന്തിനാണ് ആ മീറ്റിംഗ് എന്ന് പോലും അറിയാതെ പങ്കെടുക്കുന്ന ആളുകൾ, അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങൾ 2 മണിക്കൂർ വലിച്ചു നീട്ടുന്ന ചർച്ചകൾ, അവസാനം ഒരു തീരുമാനമാകാതെ പിരിയുന്ന യോഗങ്ങൾ, ഇവയെല്ലാം നമ്മുടെ സമയത്തെയും ഊർജത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്നു. ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആ ജോലി ചെയ്യുന്നില്ല, മറിച്ച് ആ ജോലിയെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രശസ്തനായ നിക്ഷേപകൻ മാർക്ക് ക്യൂബൻ പറഞ്ഞ ഒരു വാക്കുണ്ട്: നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിനർത്ഥം അവർക്ക് നിങ്ങളുടെ സമയം പാഴാക്കണമെന്നാണ്. ഇതൊരു അതിശയോക്തിയായി തോന്നാമെങ്കിലും അതിൽ വലിയൊരു സത്യമുണ്ട്. പരിഹാരം: ഈ മീറ്റിംഗ് ഒരു ഇമെയിൽ ആക്കാമോ എന്ന് ചോദിക്കുക. ഈ മീറ്റിംഗ് എന്ന സമയക്കളനെ പ്രതിരോധിക്കാൻ നമ്മൾ കുറച്ചുകൂടി ധൈര്യം കാണിക്കേണ്ടതുണ്ട്. ഒരു മീറ്റിംഗ് ക്ഷണം സ്വീകരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഇൻവിറ്റേഷൻ വരുമ്പോൾ അത് കണ്ണുമടച്ച് സ്വീകരിക്കുന്നതിന് പകരം സ്വയം ചോദിക്കുക: ഈ മീറ്റിംഗിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? എന്റെ സാന്നിധ്യം ഇവിടെ അനിവാര്യമാണോ? ഈ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെയോ പരിഹരിക്കാൻ കഴിയുന്നതാണോ? പലപ്പോഴും ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായ ഒരു ഇമെയിലിലൂടെ വളരെ വേഗത്തിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും. വ്യക്തമായ അജണ്ട ആവശ്യപ്പെടുക. നിങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ മീറ്റിംഗുകൾക്കും വ്യക്തമായ ഒരു അജണ്ടയും ലക്ഷ്യവും ഉണ്ടായിരിക്കണം എന്ന് ശഠിക്കുക. മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്ന ആളോട് അജണ്ട മുൻകൂട്ടി അയച്ചു തരാൻ ആവശ്യപ്പെടുക. അജണ്ടയില്ലാത്ത മീറ്റിംഗ് ലക്ഷ്യമില്ലാത്ത കപ്പൽ യാത്ര പോലെയാണ്. അത് എങ്ങുമെത്താതെ അവസാനിക്കും. മാന്യമായി നിരസിക്കാൻ പഠിക്കുക. നിങ്ങളുടെ സാന്നിധ്യം അനിവാര്യമല്ലാത്ത അല്ലെങ്കിൽ ആ മീറ്റിംഗിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നും സംഭാവന ചെയ്യാനില്ലാത്ത മീറ്റിംഗുകൾ മാന്യമായി നിരസിക്കാൻ പഠിക്കുക. ക്ഷമിക്കണം, ആ സമയത്ത് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ജോലി തീർക്കാനുണ്ട്, മീറ്റിംഗിന് ശേഷം അതിന്റെ മിനിറ്റ്സ് അയച്ചു തന്നാൽ ഉപകാരമായിരുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തലാണത്. മീറ്റിംഗുകൾക്ക് സമയപരിധി വയ്ക്കുക. നിങ്ങൾ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് കർശനമായ ഒരു സമയപരിധി വയ്ക്കുക. 30 മിനിറ്റാണ് സമയമെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കുക. സ്റ്റാൻഡിംഗ് മീറ്റിംഗുകൾ, നിന്നുകൊണ്ട് നടത്തുന്ന മീറ്റിംഗുകൾ പരീക്ഷിക്കുന്നത് മീറ്റിംഗുകളുടെ ദൈർഘ്യം കുറയ്ക്കാൻ സഹായിക്കും. മീറ്റിംഗുകൾ നിങ്ങളുടെ കലണ്ടറിനെ ഭരിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കലണ്ടറിന്റെയും സമയത്തിന്റെയും യജമാനൻ നിങ്ങളായിരിക്കണം. അപ്പോൾ നമ്മുടെ 5 പ്രധാന സമയക്കള്ളന്മാരെ നമ്മൾ ഇന്ന് ഒരുമിച്ച് തിരിച്ചറിഞ്ഞു. അവരെ പിടികൂടി, അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ സമയം തിരികെ പിടിക്കുക എന്നത് ഒരു ദിവസം 25ാമത്തെ ഒരു മണിക്കൂർ കണ്ടെത്തലല്ല. അത് അസാധ്യമാണ്. മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയെയും നിങ്ങളുടെ ഊർജത്തെയും നിങ്ങളുടെ ചിന്തകളെയും ഈ കള്ളന്മാരിൽ നിന്ന് സംരക്ഷിക്കലാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്ക് വേണ്ടി ആ ഊർജവും ശ്രദ്ധയും ഉപയോഗിക്കലാണ്. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്നില്ല. അറിവ് ശക്തിയാകുന്നത് അത് പ്രവൃത്തിയായി മാറുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഈ ആഴ്ച ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക. ഒരൊറ്റ കാര്യം. ഒരുപക്ഷെ അത് നിങ്ങളുടെ ഫോണിലെ അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക എന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നാളത്തേക്ക് നീട്ടിവെച്ച ഒരു വലിയ ജോലിയെ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ആദ്യപടി ഇന്ന് തന്നെ തുടങ്ങുക എന്നതായിരിക്കാം. അല്ലെങ്കിൽ നാളത്തെ കലണ്ടറിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ഫോക്കസ് ബ്ലോക്ക് ഷെഡ്യൂൾ ചെയ്യുക എന്നതായിരിക്കാം. ഒരു ചെറിയ മാറ്റം, ആ ഒരൊറ്റ ചെറിയ മാറ്റം മതിയാകും ഒരു വലിയ യാത്ര തുടങ്ങുവാൻ. ചെറിയ മാറ്റങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അത് ശീലങ്ങളായി മാറും. ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും. നിങ്ങളുടെ സമയം നിങ്ങളുടേതാണ്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഇന്നു മുതൽ നിങ്ങളുടെ സമയത്തിന്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ എടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പുതിയ അപ്ഡേറ്റുകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വിഷയവുമായി നമുക്ക് ഉടൻ കാണാം. അതുവരെ നന്ദി.